ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേർ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഓർമ്മ കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, കാര്യങ്ങളെല്ലാം വിട്ടുപോകുന്നു, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഓർമ്മക്കുറവുകൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നോക്കിയാലോ എന്തൊക്കെയായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലംസ്, അതായത് മെമ്മറി ലോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മെമ്മറി ലോസിലേക്കല്ല ആദ്യം തന്നെ നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വരുന്നത് ഇപ്പം ഒരു ചെറിയ ഏജിലാണെന്ന് വിചാരിച്ചോ, കുട്ടികളാണെങ്കിലും അതേപോലെ തന്നെ മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിലും വരുന്നത് ഫോർഗെറ്റ്ഫുൾനെസ്സും ആബ്സെന്റ് മൈൻഡഡും ഒക്കെയാണ്. മെമ്മറി ലോസിലേക്ക് അവർ പോകുന്നില്ല, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരു കുട്ടി പരീക്ഷ പേപ്പർ കാണുകയാണ്, അപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. ആദ്യം തന്നെ എല്ലാം വായിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഈ കുട്ടിക്ക് അറിയുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ആദ്യം പഠിച്ച നല്ലോണം ബാക്കി എല്ലാ ക്വസ്റ്റ്യനും അറിയുന്നതാണ്, പക്ഷെ അതുപോലും ഈ കുട്ടിക്ക് ഓർമ്മയിൽ വരുന്നില്ല. അതാണ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ സംബന്ധിച്ച്. ഇനി വലിയവരാണ്, ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റിപ്പോകുന്നു. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കീ എടുത്ത് കാറിൽ കയറി പോകണം എന്നാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവരിങ്ങനെ നടക്കുവാണ്, സമയം പോവുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ ചിന്ത അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവോ, കറക്റ്റ് സ്ഥലത്തായിരിക്കുമോ, വർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഇവരുടെ മനസ്സിൽ മുഴുവൻ ഓടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നോക്കുമ്പോൾ കീ കാണുന്നില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ സ്ലോ ആവുകയും കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യും. അപ്പൊ സ്ട്രെസ്സും ആങ്സൈറ്റിയും ആണ് ഏറ്റവും അധികം ഈ ഫോർഗെറ്റ്ഫുൾനെസ്സും അതേപോലെ ആബ്സെന്റ് മൈൻഡഡ് ആക്കുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നതിനും ഒക്കെ പ്രധാനമായിട്ടുള്ള കാരണം. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു 60 വയസ്സിന് താഴെയുള്ളവരെ ചിന്തിക്കുകയാണെങ്കിൽ മിക്കവാറും ഇവർക്ക് മെമ്മറി ലോസ് ഒന്നുമില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫോർഗെറ്റ് ചെയ്യാൻ പെട്ടെന്നൊരു കാര്യം വിട്ടുപോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ടുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയാണ്. പിന്നെ ഉറക്കം കുറഞ്ഞു പോകുന്നത്, ഒത്തിരി നേരം വർക്ക് ചെയ്തിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാക്കാം. വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12, മാഗ്നീഷ്യം, സിങ്ക്, അയൺ, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ കുറയാനുള്ള കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. പല വീഡിയോസിലും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു, നമ്മുടെ ജങ്ക് ഫുഡും ഇങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നല്ല സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാതെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് എന്താ പറയുന്നത്, നമുക്ക് തൈറോയിഡ് പ്രോബ്ലംസ്, മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരിൽ തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇതേപോലെ കാണിക്കാം. പലതരത്തിലുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നവരെന്ന് പറഞ്ഞാൽ അലർജിയുടെ മരുന്നുകളോ അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ ഒക്കെ കൂടിയ മരുന്നുകൾ എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡൾനെസ്സും അതേപോലെ തന്നെ ആബ്സെന്റ് മൈൻഡഡ് ആവാനും ക്ഷീണം വരാനും സാധ്യതയുണ്ട്. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ പ്രോബ്ലംസ്, മെമ്മറി ലോസ് എന്ന് പറയാൻ പറ്റില്ല, ടെമ്പററി ആയിട്ടുള്ള ഒരു ഫോർഗെറ്റ്ഫുൾനെസ്സോ ആബ്സെന്റ് മൈൻഡഡോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ, വെള്ളം ധാരാളം ശരീരത്തിൽ എത്തുന്നില്ല എങ്കിൽ ഇങ്ങനെ ഉണ്ടാകാം. അതേപോലെ തന്നെ മറ്റുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കൊണ്ടും തൈറോയിഡിന്റെ ഇതുകൊണ്ടും, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ അധികമാവുക, പ്രഷർ അധികമാവുക, അല്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ്, പലതരത്തിലുള്ള സ്ട്രോക്ക്, ഇങ്ങനത്തെയൊക്കെ കാരണങ്ങൾ, ബ്രെയിൻ ഇഞ്ചുറി, ഇങ്ങനെയൊക്കെ വരാം. അത് ഏത് പേഷ്യൻറ്റിന് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാവാം. പക്ഷെ ടെമ്പററി ആണെങ്കിൽ ഈ മെഡിക്കൽ ഇഷ്യൂസിൽ തന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. മറ്റുള്ളതൊക്കെ വരുമ്പോഴത്തേനും അതൊരു പെർമനന്റ് കണ്ടീഷനിലോട്ട്, അതായത് പെർമനന്റ് ആയിട്ട് ഇവർക്ക് ഇപ്പോൾ ബ്രെയിൻ ഇഞ്ചുറി വന്ന ഒരു പേഷ്യന്റിന് പെർമനന്റ് ആയിട്ട് തന്നെ മെമ്മറി ലോസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് അല്ലാതെ ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഉറക്കവും ഇതും ദാഹവും ഇതെല്ലാം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും അതിൻ്റെ കൂടെ തന്നെ ഈ സ്ട്രെസ്സിന് കുറയ്ക്കാനും വേണ്ടി യോഗ, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ഉറക്കം കറക്റ്റ് ചെയ്യുക, റെസ്റ്റ് ആവശ്യത്തിന് കൊടുക്കുക, ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മുടെ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളാണെങ്കിലും അതേപോലെ മിഡിൽ ഏജിൽ നിൽക്കുന്ന ആൾക്കാരും ആണെങ്കിലും ടെമ്പററി മെമ്മറി ലോസ് എന്ന് പറയുന്ന ഫോർഗെറ്റ്ഫുൾനെസ് ആണെങ്കിലും ആബ്സെന്റ് മൈൻഡഡ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും തിരിച്ച് നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇനിയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞിട്ട്, 60 മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകളിലൊക്കെ കാണുന്നത് ശരിക്കും നമുക്ക് നെർവ് ഡീജനറേഷൻ, അതേപോലെ തന്നെ നമുക്ക് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഉണ്ടാവാനും അതേപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഫിസിക്കലി ഇവർ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാനുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു മെമ്മറി ലോസിലേക്ക് ഇവർ പോകുന്നത്. അവർക്ക് നമുക്ക് ഒരു ദിശ മനസ്സിലാവാതിരിക്കുക, റോഡ് നമ്മൾ എന്നും വന്നുകൊണ്ടിരുന്ന വീട്ടിലേക്ക് പോലും വഴി മനസ്സിലാകാതിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാതിരിക്കുക, ഒരു കാര്യങ്ങൾ എന്താ പറയുന്നത്, ഇപ്പോൾ നാളെ എന്തുണ്ടാക്കണം,
ഉണ്ടാക്കണം അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, എങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളും. അതായത് നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും ഈ ഒരു നെർവ് ഡീജനറേഷൻ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് അൾഷിമേഴ്സിൽ ഈ പേഷ്യന്റിന് കഴിയില്ല. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഒന്നും തന്നെ പ്ലാൻ ചെയ്ത് നടത്താനോ, അല്ലെങ്കിൽ ഒരു വീടിന്റെ അകത്താണെങ്കിൽ ഇവർക്ക് പിന്നെയും അവർ യൂസ് ടു ആയിട്ടുള്ള കാര്യങ്ങൾ, പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും പുറത്തിറങ്ങിയ ഒരു കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതും പ്ലാൻ ചെയ്തൊരു കാര്യം ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് അവരുടെ ബ്രെയിനിൽ ഈ കാര്യങ്ങൾ ഓർത്തെടുത്ത് ഒരെണ്ണം കഴിഞ്ഞ് ഒരെണ്ണം എന്നുള്ള ഒരു കണക്ഷൻ അവർക്ക് കിട്ടാൻ പാടായിരിക്കും. മൾട്ടി ടാസ്കിങ് പാടായിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുന്ന, ഈവൺ ഒരു ചെറിയ എക്സാമ്പിൾ ഇതാണ്, നാളെ എന്തുണ്ടാക്കണം എന്ന് പോലും അവർക്കൊരു കണക്ട് ചെയ്ത് തീരുമാനിച്ച് ഓർത്ത് അത് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ മരുന്ന് കഴിച്ചോ ഇല്ലയോ ഒരുപാട് പ്രാവശ്യം ചിന്തിക്കുന്നു, ഭക്ഷണം കഴിച്ചോ ഇല്ലയോ, അങ്ങനെ പോലും കേസസ് വരാറുണ്ട്. അതായത് ഭക്ഷണം കഴിച്ചോ, ഞാനിന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ഓർക്കുന്നില്ല, വീണ്ടും വീണ്ടും പറയുകയാണ് ഞാനിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ശരിക്കും ഒരു മെമ്മറി ലോസിലോട്ട് അല്ലെങ്കിൽ ഒരു അൾഷിമേഴ്സ് കണ്ടീഷനിലോട്ട് ആ പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസസ് നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മെയിനായിട്ട് മെഡിസിൻസ് ഒത്തിരി കാര്യങ്ങളുണ്ട്. മെഡിസിൻസ് നമുക്ക് ജിങ്കോ ബൈലോബ, അതേപോലെ തന്നെ അശ്വഗന്ധ, ഇത് അങ്ങനെ പല ഇതുണ്ട്, ബ്രഹ്മി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മെമ്മറി ബെറ്റർ ആക്കാനുള്ളത്. പക്ഷെ എങ്കിലും നമുക്ക് അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ, പിന്നെ പ്രകൃതി അനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കാം, പേഷ്യന്റിനെ കറക്റ്റാക്കി കൊണ്ടുവരാൻ പലതും ശ്രമിക്കാം. പക്ഷെ എങ്കിലും ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കുക. ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു എക്സർസൈസ് 30 മിനിറ്റ് എങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും ഫിസിക്കലി ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ മെന്റലി ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കാം. മെന്റലി ആക്റ്റീവ് ആവുന്നത് എങ്ങനെയാണ്? നമുക്ക് നാളത്തെ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടുവരാം, യൂട്യൂബിൽ നിന്ന് നോക്കി കുക്കിംഗ് ചെയ്യാം. ഒരു ഇത്രയും കൂടി പാഷനേറ്റ് ആയിട്ട് ചെയ്യാവുന്ന ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്ത് സ്വന്തമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. അതൊക്കെ നമ്മളൊരു 60s ആ ഒരു ഏജിലുള്ളവർക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അത് എന്താണ്, അത് പർപ്പസ്ഫുള്ളി പോവുക, അവിടെ ചെന്ന് നമ്മൾ ആലോചിക്കണം എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കണം, എഴുതി കൊണ്ടുപോവുക, ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യും, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ചിലപ്പോൾ ചെയ്യേണ്ടതും ആയിരിക്കില്ല, പക്ഷെ എങ്കിലും ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കാൻ ശ്രമിക്കുക. സമയം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, വെറുതെ ഇരിക്കാതെ ഇരിക്കുക. മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ഈ പേരക്കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയൊക്കെ നമ്മുടെ മെന്റലി നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അത് ഗ്രഹിച്ച് അത് പിന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് ഒരു കഥ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ മെന്റലി ആക്റ്റീവായിട്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ്. പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ വയസ്സായ അപ്പച്ചന്മാരാണെങ്കിൽ അവർ പ്ലാൻ ചെയ്തിട്ട് രാവിലെ ഇന്ന സ്ഥലം പോയി, ഇന്ന് പള്ളി രാവിലെ പോയി, ഈ വഴി ഇറങ്ങി നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞാൻ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മെന്റലി ആക്റ്റീവ് ആയിരിക്കുക, ലൈവ്ലി ആയിരിക്കുക എന്നുള്ളതാണ് ഇത്. ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട്, നമ്മുടെ ഇതിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ ഗെറ്റ് ടുഗദറിൽ ഓരോ ഗെറ്റ് ടുഗദേഴ്സും വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറാതെ അതിൽ നമ്മൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരെ കാണുക, മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾ ജനിച്ച ഉടനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ അവർക്ക് കൊടുക്കുന്നത്, അവരെ നല്ലൊരു വ്യക്തിയാക്കി എടുക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ കളറുകൾ കാണിക്കുക, എണ്ണൽ നോക്കുക, എണ്ണി നോക്കുക, ഇതൊക്കെ നല്ലതാണ്. നമുക്ക് സുഡോക്കോ കളിക്കുക, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഏജ് 60 മുതൽ അങ്ങോട്ട് നമ്മൾ ചെറിയ കുട്ടികളെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ നമ്മൾ തന്നെ, നമുക്കറിയാമല്ലോ എനിക്ക് അസുഖങ്ങൾ വരരുത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളുടെ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ അത് കൺട്രോളിൽ വെക്കുക. ആവശ്യമെങ്കിൽ മെഡിക്കേഷൻസ് എടുത്തിട്ട് കൺട്രോളിലായിട്ടിരിക്കാൻ ശ്രമിക്കുക. ബോഡിയിലെ ബാക്കി കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് പിന്തുടരുക. അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻസോ മിനറൽസോ അങ്ങനത്തെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സപ്ലിമെന്റ്സ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉറക്കം കറക്റ്റ് ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ആവശ്യത്തിന് റെസ്റ്റും ചെയ്യുക. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏജിലുള്ള, അതായത് 60 കഴിഞ്ഞിട്ടുള്ളവരിലും കുറേ കാലം തന്നെ വളരെ ആക്റ്റീവായിട്ടും വളരെ
വളരെ എനർജറ്റിക് ആയിട്ടും എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടും സന്തോഷമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ അയ്യോ 60 വയസ്സ് കഴിഞ്ഞാൽ ഇനി ഒരു വർക്കും ചെയ്യണ്ട എന്ന് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ അതിലോട്ട് തന്നെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാനില്ല. വെറുതെ ഇരിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം വരെ എങ്ങനെയോ തള്ളിക്കൊണ്ടുപോകുന്നു, രാത്രി കിടക്കുന്നു. അങ്ങനെ ആകാതെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്ത്, ഇപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഗാർഡനിങ്, കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കുക്കിംഗ്, യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് ഈവൻ യാത്രകൾ പ്ലാൻ ചെയ്ത് പതിയെ ചെറിയ ചെറിയ യാത്രകൾ പോകാനും ഇതൊക്കെ ശ്രദ്ധിക്കാം. അങ്ങനെയൊക്കെ ലൈവ്ലി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഇപ്പൊ ഈ പറഞ്ഞ മെമ്മറി ലോസ് ആണെങ്കിലും അതേപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും, അതായത് മെമ്മറി ലോസിൽ തന്നെ പല തരത്തിലുണ്ട്, ഒരുപാട് ഡിവിഷൻസ് മെമ്മറി ലോസിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒന്നും വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കുവാണ്, ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനോ കൊണ്ട് നമുക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഫോർഗെറ്റ്ഫുൾനെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലും സ്ട്രെസ് സ്ട്രെയിനോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം പ്രശ്നം കൊണ്ടോ എന്തുകൊണ്ടോ ഉണ്ടെങ്കിലും വിദഗ്ധനെ കാണണം. അതായത് ഡോക്ടറെ കണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ട്രെയിൻ ചെയ്തു തരും. അതായത് ഇന്ന കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തണം, അതിൻ്റെ കൂടെ മെഡിസിനും കഴിക്കണം എന്ന് പറഞ്ഞു തരികയും അതിനോട് ബന്ധപ്പെട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റും. വയസ്സായവരിലാണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ നമ്മൾ വിദഗ്ധന്റെ സഹായം തേട് തന്നെ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മളെ സുരക്ഷിതമാക്കി വെക്കാൻ നമ്മുടെ ബ്രെയിനിനുള്ള ഒരു എക്സർസൈസ് പോലെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. നമ്മൾ ഫിസിക്കലി ചെയ്യുന്നു, മെന്റലി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ബ്രെയിൻ എക്സർസൈസസ് പോലെ ബ്രെയിൻ എക്സർസൈസും കൂടി കൊണ്ടുപോകേണ്ടതാണ്. കാരണം അത് നമുക്ക് എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം തന്നെ നമുക്ക് ആക്റ്റീവായിട്ടും നമുക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെയും നമുക്കൊരു പ്രോബ്ലംസും ഇല്ലാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് തരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഇനിയൊരു ദിവസം. താങ്ക്